+2 സ്വാഗതം. നിങ്ങൾക്കൊരു പുതിയ വിഷയം പറഞ്ഞു തരാം. കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പല റോഡ് പദ്ധതികൾക്കും മറ്റ് വികസന പദ്ധതികൾക്കും വേണ്ടിയൊക്കെ തന്നെ ഭൂമി ഏറ്റെടുക്കുന്നുണ്ട്. ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ ഒരു തത്വശാസ്ത്രം ഇല്ലെങ്കിൽ പ്രായോഗിക സമീപനം രൂപപ്പെട്ടിട്ടുണ്ട്. അത് കേരളത്തിൽ എന്നുള്ളതല്ല, അത് ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പോളിസിയുടെ ഭാഗമായി വന്ന് ചേർന്നതാണ്. അതിൻ്റെ പേര് ലാൻഡ് പൂളിംഗ് എന്നാണ്. ഈ ലാൻഡ് പൂളിംഗ് എന്നാൽ എന്താണെന്നും അത് നമ്മുടെ നാട്ടിൽ എപ്പോൾ വരുമെന്നും അതിൻ്റെ യഥാർത്ഥത്തിൽ പ്രയോജനം ആർക്ക് ലഭിക്കുമെന്നും എന്നുള്ള വിശദ വിവരങ്ങൾ ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭൂമി ഏറ്റെടുക്കുന്നത് എപ്പോഴും സംഭവിക്കാം. സംസ്ഥാന സർക്കാരിന് ഭൂമി ഏറ്റെടുക്കാം. അതിനനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ പാലിച്ചാൽ മാത്രം മതിയാകും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭൂമി, പ്രത്യേകിച്ച് റോഡിൻ്റെ അരികിലോ ഏതെങ്കിലും വരാൻ പോകുന്ന പ്രോജക്റ്റുകളുടെ ഭാഗമായി അതിന് സമീപത്തോ ഒക്കെ ഉള്ള ആളുകൾ പൂർണ്ണമായും ഈ എപ്പിസോഡ് കാണുക. ഈ വ്യവസായ, വാണിജ്യ, പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് സാധാരണ രീതിയിൽ നമ്മുടെ ഈ സ്ഥലം സർക്കാർ പൊന്നും വിലയ്ക്ക് എടുക്കുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് പല ലിറ്റിഗേഷൻ കേസുകളുണ്ട്, തർക്കങ്ങളുണ്ട്. അതിൻ്റെ സമയം വളരെയധികം കുറഞ്ഞു പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാരിന് ഇതൊരു വലിയൊരു തലവേദനയാണ് എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. ഇതിന് പകരം വെക്കാനുള്ള ഒരു പദ്ധതിയാണ് ലാൻഡ് പൂളിംഗ്. ഈ ലാൻഡ് പൂളിംഗ് എന്നതിനെ സംബന്ധിച്ച് നമ്മളെ സംസ്ഥാനത്ത് കരട് ചട്ടം തയ്യാറാക്കി എന്ന് റിപ്പോർട്ടുണ്ട്. പക്ഷേ അത് അന്തിമ വിജ്ഞാപനമൊന്നും പുറപ്പെടുവിച്ചിട്ടില്ല. പക്ഷേ ഇത് പിന്നെ മറ്റ് പല സംസ്ഥാനങ്ങളിലും, പ്രത്യേകിച്ച് ഗുജറാത്തിൽ, ഡൽഹിയിൽ, മഹാരാഷ്ട്രയിലൊക്കെ ഈ ലാൻഡ് പൂളിംഗ് പദ്ധതി അവിടെ ആവിഷ്കരിച്ച് നടപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കർണാടകത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ഡ്രാഫ്റ്റും പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. കേരളത്തിൽ ഡ്രാഫ്റ്റ് വരും എന്ന് പറഞ്ഞതല്ലാതെ ഇതുവരെ ആ ഡ്രാഫ്റ്റിൻ്റെ അന്തിമ കാര്യങ്ങൾ ചെയ്ത് തീർത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുക. ഇത് ഈ ലാൻഡ് പൂളിംഗ് വരാത്തത് കൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഈ പൊന്നും വിലയ്ക്ക് ഭൂമി ഏറ്റെടുക്കുന്ന നടപടികൾ ഇഴഞ്ഞിഴഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഫോ പാർക്കിലും ഈ സ്പോർട്സ് സിറ്റിയൊക്കെ വരാൻ പോകുന്നു, വലിയ പദ്ധതികൾ വരാൻ പോകുന്നുണ്ട്. പക്ഷേ അതിനൊന്നും ഭൂമി കിട്ടാനില്ല, അല്ലെങ്കിൽ ഭൂമി എടുക്കാനുള്ള ബുദ്ധിമുട്ട് പലപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. ആളുകളൊക്കെ തന്നെ പലപ്പോഴും പല സ്ഥലങ്ങളിലും ഈ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കേസിനും പോകുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ മറ്റ് കാര്യങ്ങൾ എന്നുള്ള കാര്യം വിശദമായി ഇനി ചർച്ച ചെയ്യുകയാണ്. ഈ വികസനത്തിനു വേണ്ടി നമ്മൾ ഒരു സ്ഥലം നോട്ടിഫൈ ചെയ്യുന്നു എന്ന് വെക്കുക. അങ്ങനെ നോട്ടിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ സർക്കാരാണ്, നമ്മുടെ നാട്ടിലെ സർക്കാരാണ്. അങ്ങനെ ഒരു വികസന കാര്യത്തിന് വേണ്ടി ഇല്ലെങ്കിൽ ഒരു പൊതു ആവശ്യത്തിന് വേണ്ടി ഒരു ഭൂമി ഏറ്റെടുക്കുമ്പോൾ അതിനാദ്യം വരുന്നത് ഒരു നോട്ടിഫിക്കേഷനാണ്. ഈ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഈ സ്ഥലത്തിൻ്റെ ഉടമ ആ ഭൂമി, അയാളുടെ ഭൂമി കൊടുക്കാൻ 75% സമ്മതിച്ച് കഴിഞ്ഞാൽ ആ ഭൂമി സർക്കാർ ഏറ്റെടുക്കും. പക്ഷെ ഒന്നുണ്ട്, അപ്പോൾ അതിന് പ്രതിഫലം കൊടുക്കില്ല. പ്രതിഫലം വാങ്ങാതെ തന്നെ ഈ ഉടമ സമ്മതിക്കുകയാണ് തങ്ങളുടെ ഭൂമി കൊടുക്കാം എന്ന് പറയുന്നു. അങ്ങനെ പണം വാങ്ങാതെ തന്നെ ഭൂമി സറണ്ടർ ചെയ്യുന്നു എന്ന് ചുരുക്കം. അങ്ങനെ സറണ്ടർ ചെയ്യുന്ന ഭൂമിയിൽ എന്ത് ചെയ്യുമെന്നോ, അതിൻ്റെ വാല്യൂ നിശ്ചയിച്ചിട്ട് അതിന് ഒരു സർട്ടിഫിക്കറ്റ്, ലാൻഡ് പൂളിംഗ് സർട്ടിഫിക്കറ്റ് സർക്കാർ നൽകും. അത് 60 ദിവസത്തിനുള്ളിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ, ഭൂമി കൊടുക്കാനായിട്ട് ഉടമ സമ്മതിച്ച് കഴിഞ്ഞാൽ 60 ദിവസത്തിനുള്ളിൽ തന്നെ ഈ LP സർട്ടിഫിക്കറ്റ്, അതായത് ലാൻഡ് പൂളിംഗ് സർട്ടിഫിക്കറ്റ് ഉടമയ്ക്ക് കൊടുക്കും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ഥലത്ത്, അതായത് ഉടമ ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞു, അതിനെ തുടർന്ന് ലാൻഡ് പൂളിംഗ് സർട്ടിഫിക്കറ്റും സർക്കാർ ഇഷ്യൂ ചെയ്തു. തുടർന്ന് ഈ സ്ഥലത്ത് സർക്കാർ തന്നെ, ഇല്ലെങ്കിൽ ആ ഏജൻസി തന്നെ അവിടെ മുഴുവൻ വൈദ്യുതി കൊണ്ടുവരും, വാട്ടർ കൊണ്ടുവരും, സോൾഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം കൊണ്ടുവരും, ഓഫീസ് കൊണ്ടുവരും. എല്ലാം ഏർപ്പെടുത്തി കഴിയുമ്പോൾ ഒരു കാര്യം വരുന്നത്, അപ്പോൾ ഇത് ഏത് വകുപ്പിനാണോ ഇത് ആവശ്യമുള്ളത് അവർക്ക് ഈ ഭൂമിയിൽ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഏറ്റെടുക്കാം. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഭൂമിയുടെ 60% ഉടമയ്ക്ക് തിരിച്ചു കൊടുക്കുന്നത്. ഉടമ കൊടുത്തു കഴിഞ്ഞാൽ 60% ഭൂമി ഉടമയ്ക്ക് സർക്കാർ തിരികെ കൊടുക്കും. അപ്പോഴും പൈസയുടെ ഇടപാട് ഇല്ല എന്ന് മനസ്സിലാക്കിയിരിക്കാം. പക്ഷേ ഇങ്ങനെ 60% ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെല്ലാമാണ് അവിടെ വരുന്നത്? എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സും അവിടെ വന്നു. അവിടെ റോഡ് വന്നു, അവിടെ കറണ്ട് വന്നു, അവിടെ അതേപോലെ വാട്ടർ കണക്ഷൻ വന്നു, സോൾഡ് വേസ്റ്റ് സിസ്റ്റം വന്നു. ആകെ ഒരു മാറ്റം അവിടെ സർക്കാർ വരുത്തും.
ഇത്രയും വരുത്തി കഴിഞ്ഞിട്ടാണ് ഈ ഏറ്റെടുത്ത ഭൂമിയുടെ 60% തിരിച്ച് ഉടമയ്ക്ക് കൊടുക്കുന്നത്. ഇങ്ങനെ ഉടമയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പദ്ധതി നടപ്പാക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണോ, ഏജൻസി ഏതാണോ, അവർക്ക് പണം കൊടുത്ത് ഈ ഭൂമി തിരിച്ചു വാങ്ങാം. അങ്ങനെ വരുമ്പോൾ എന്താണ് പ്രയോജനം? ഈ പ്രയോജനം എന്ന് പറയുന്നത് വെറുതെ തരിശായി കിടന്ന ഒരു ഓണംകേറാ മൂലയിലെ ഒരു ഭൂമിയാണ് ഇതിങ്ങനെ എടുക്കുന്നു എന്ന് വെക്കുക. അങ്ങനെ ഇത് പദ്ധതികളുടെ ഭാഗമായി എടുക്കുന്നതാണ് പ്രധാനമായും. അങ്ങനെ വരുമ്പോൾ ആ സ്ഥലത്തിന് ഇരട്ടി വില ഈ ഉടമയ്ക്ക് കിട്ടും. നേരത്തെ ഒന്നുകിൽ വെള്ളക്കെട്ടായി കിടന്നത്, തരിശായി കിടന്നത്, ഉപയോഗശൂന്യമായി കിടന്നത്, ആ സ്ഥലത്തെ ഭൂമിയിൽ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും വരികയാണ്. അങ്ങനെ സർക്കാർ വരുത്തിയിട്ട് ഈ ഉടമയ്ക്ക് 60% കൊടുക്കുകയും ആ കിട്ടിയ ഭൂമി ഈ ഉടമയിൽ നിന്നും ഏത് ഏജൻസിയാണോ ഈ സ്കീം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് അവർ ഏറ്റെടുക്കുകയും അതിനുള്ള വില കൊടുക്കുകയും ചെയ്യും. സ്ഥലവില കൂടും. സാധാരണ ഇതിൽ വെറുതെ വെള്ളക്കെട്ടുള്ള ഭൂമി എടുത്തു എന്ന് വെക്കൂ, അപ്പോൾ സർക്കാർ അത്രയും വലിയ വില കൊടുക്കില്ല. പക്ഷേ അവിടെ ഇതെല്ലാം ഫില്ല് ചെയ്ത് ഓക്കെ ആക്കി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ സ്ഥലവില കൂടും. ആ വില അനുസരിച്ച് കിട്ടുകയും ചെയ്യും. അത് ഇപ്പോൾ ഇന്ത്യയിലുടനീളം പല സ്റ്റേറ്റുകളും അത് ചെയ്തു കഴിഞ്ഞു. പല സ്റ്റേറ്റുകളും അത് ചെയ്യാനുള്ള നിലപാടിലാണ്. കേരളത്തിലും വൈകാതെ തന്നെ ഈ ലാൻഡ് പൂളിംഗ് സിസ്റ്റം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. അതുമായി ബന്ധപ്പെട്ട വിവരം വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായി ഇത് പങ്കുവെക്കുന്നതുമാണ്. നന്ദി.